വിധേന ഒരു കരാറിലേക്ക് എത്തി പശ്ചിമേഷ്യയിലെ സംഘർഷം ഒന്ന് അവസാനിക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത മനുഷ്യരില്ല എന്നുള്ളത് അത്രമാത്രം വലയ്ക്കുന്നുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങള് സാധാരണക്കാരെ. പക്ഷേ യുദ്ധം അവസാനിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഒരു കരാറിലേക്ക് എത്തുന്നു എന്നുള്ള പ്രതീക്ഷ ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നിരുന്നു എങ്കിൽ പോലും അതിന് സാധ്യത വൈകും, ഇനിയും ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം. ഒരു സമാധാന കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്മേൽ അമേരിക്ക ചില ഭേദഗതികൾ വരുത്തി ഇറാനിലേക്ക് അയക്കും, ഇറാൻ അവിടെ നിന്നും ഭേദഗതികൾ വരുത്തി അമേരിക്കയിലേക്ക് തിരിച്ചയക്കും. ഇങ്ങനെ ഭേദഗതികൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വ്യക്തമാക്കുന്നത് അടുത്തെങ്ങും ഈ കരാറിന്മേൽ ഇരുപക്ഷവും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രത്യാഘാതം അടുത്ത നാളുകളിലും സഹിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. 2026 ജൂൺ 1 തിങ്കളാഴ്ച രാവിലെ കുവൈറ്റിന് നേർക്ക് വീണ്ടും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റിൽ പലയിടത്തും സ്ഫോടന ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടിരുന്നു. അത് മിസൈലിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ശബ്ദങ്ങളാണ് എന്ന് കുവൈറ്റിന്റെ പ്രതിരോധ കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടായി, അതിനെ വിജയകരമായി പ്രതിരോധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകും. ഇപ്പോൾ സുരക്ഷിതരായിരിക്കൂ എന്നാണ് കുവൈറ്റിന്റെ പ്രതിരോധ കേന്ദ്രങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും കുവൈറ്റിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ രാവിലെയും സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്ക ഇതിനിടെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട്, അതായത് ശനി ഞായറും ഒക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്തി, പ്രതിരോധാക്രമണങ്ങൾ നടത്തി എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ MQ-1 ഡ്രോൺ വെടിവെച്ചിട്ടതുൾപ്പെടെയുള്ള ഇറാന്റെ ആക്രമണാത്മക നടപടികൾക്ക് മറുപടിയായിട്ടാണ് തങ്ങൾ പ്രതിരോധ ആക്രമണം നടത്തിയത് എന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. ഇതിനിടെ ഇറാനിൽ നിന്ന് വന്നൊരു വാർത്ത, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ്. അത് വളരെ സജീവമായിട്ട് പ്രചരിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും പിന്നെ തസ്നിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്താ ഏജൻസി ഉണ്ട്, അപ്പൊ അവരും അത് കൃത്യമായി നിഷേധിച്ചു. പെസഷ്കിയാനും നിഷേധിച്ച് ഔദ്യോഗിക ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണ്. ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കുന്നത് വരെ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പോരാട്ടം തുടരും എന്നാണ് പെസഷ്കിയാൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ അത് തെറ്റായ വാർത്തകളാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ചുരുക്കത്തില് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ്. ഇന്നിപ്പോ ജൂൺ 1 രാവിലെ നൽകാനുള്ള അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ്. ഉടൻ തന്നെ ഒരു സമാധാന കരാറിലേക്ക് എത്താനുള്ള സാഹചര്യം കുറവാണ്. കരാറിന്മേൽ ഭേദഗതികൾ വരുത്തി ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഒരു പ്രോസസ് ആണ് നടക്കുന്നത്. നമുക്ക് ആശങ്കകൾ തന്നെയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പിരിമുറുക്കങ്ങൾ തുടരും എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട്. 2026 ജൂൺ 1 UAE ഒരുപാട് മാറ്റങ്ങളുടെ ഒരു മാസം കൂടിയാണ്. ഇന്നു മുതൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. ദുബായ് എമിറേറ്റിലെ പാർക്കിംഗ് ഫീസുകൾ കൂടുകയാണ് ജൂൺ 1 മുതൽ. എല്ലാ പൊതു പാർക്കിംഗ് സേവനങ്ങൾക്കും 5% വാറ്റ് നികുതി ഏർപ്പെടുത്തുന്നതോടെയാണ് റോഡരികിലെയും അല്ലാത്തതുമായ എല്ലാ പൊതു പാർക്കിങ്ങുകൾക്കും സീസണൽ പാർക്കിംഗ് കാർഡുകൾക്കും പാർക്കിംഗ് പെർമിറ്റുകൾക്കും ഒക്കെ നിരക്ക് കൂടുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സാലിക്കിനും നിരക്ക് കൂടുകയാണ്. ടോൾ ഗേറ്റുകളിലെ നിരക്കുകൾക്കും ആക്ടിവേഷൻ ചാർജുകൾക്കും ഒക്കെ 5% വാറ്റ് നികുതി ഏർപ്പെടുത്തുന്നതോടെ അതുമായി ബന്ധപ്പെട്ട വർധനവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട വർധന അർദ്ധരാത്രി മുതൽ ഓൾറെഡി പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ജൂൺ മാസത്തിലെ നിരക്ക് നിശ്ചയിച്ചപ്പോൾ പെട്രോൾ വില കൂടിയിട്ടുണ്ട്, ഡീസൽ വില കുറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ദുബായിൽ പല ഭാഗത്തും കാണുന്ന ഫിസിക്കൽ പാർക്കിംഗ് മീറ്ററുകളല്ലേ, അത്തരം സംവിധാനങ്ങൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല. അത് ഘട്ടം ഘട്ടമായി നമ്മൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ്. ഈ ദുബായിയുടെ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഫിസിക്കൽ പാർക്കിംഗ് മീറ്ററുകൾ ഒഴിവാക്കിക്കൊണ്ട് ഡിജിറ്റലായി നമുക്ക് പാർക്കിംഗ് ഫീസുകൾ അടയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ നമ്മളെ സാമ്പത്തികമായി ബാധിക്കുന്ന മാറ്റങ്ങൾ. ഇനി UAE പ്രായപൂർത്തിയാവുന്ന പരിധി ഉണ്ടല്ലോ, ഏജ് ഉണ്ടല്ലോ, അത് 18 വയസ്സായി മാറുന്ന ഒരു മാറ്റമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇനി സ്വന്തമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്താം, ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാവുന്ന മാറ്റം നിലവിൽ വരികയാണ്. പിന്നെ പ്രധാനപ്പെട്ട മാറ്റം ഇന്നലെ വ്യക്തമാക്കിയതുപോലെ ജൂൺ 1 മുതൽ ശമ്പളം, കഴിഞ്ഞ മാസത്തെ ശമ്പളം എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി തന്നെ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് എത്തണം. സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് എത്തണം എന്നുള്ള നിയമം UAE-ലെമ്പാടും പ്രാബല്യത്തിൽ വരികയാണ്. വൈകിക്കഴിഞ്ഞാൽ അത് ശമ്പളം വൈകിക്കുന്നതിന് തുല്യമായിട്ടായിരിക്കും കണക്കാക്കുക. അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കമ്പനികൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതടക്കമുള്ള മാറ്റങ്ങൾ UAE-ലും ദുബായിലും ഒക്കെ വരുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ. അപ്പൊ മാറ്റങ്ങളുടെ മാസമാണ്, ചെലവ് കൂടുന്നതിന്റെ ഒരു സമയമാണ്. ആവശ്യമായിട്ടുള്ള ചെലവ് ചുരുക്കലും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് മുമ്പാകെയുള്ള ഒരു പ്രധാനപ്പെട്ട വഴി.